ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നതാണ് ബീഫ് കറി. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ട ചേരുവകളാണ്: കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ചുവന്നുള്ളി ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്, പിന്നെ സവോള അരിഞ്ഞ് വെച്ചുകൊണ്ട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത്, തക്കാളി, കറിവേപ്പില. കട്ട് ചെയ്ത് വെച്ചുള്ള ബീഫും പിന്നെ ചുവന്നുള്ളിയും സവോളയും എല്ലാം കൂടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മസാല പിടിക്കുന്ന വരെ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തുക. അതിലേക്ക് ആവശ്യമായ ഉപ്പും നമ്മൾ നന്നായിട്ട് അതിൻ്റോടൊപ്പം തന്നെ ചേർന്ന് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി മതിയിട്ടാണ്, ആവശ്യത്തിന് മതി, അധികമാവരുത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി ഞെരുക്കി മസാല പിടിപ്പിക്കുക. അപ്പം നന്നായിട്ട് മസാല പിടിപ്പിച്ചോളും. അതിങ്ങനെ നന്നായിട്ട് ബീഫ് നന്നായിട്ട് മസാല പിടിക്കുന്നത് നമ്മൾ കൈ കൊണ്ട് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കൂടുതൽ ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെക്കുക, കുറച്ചൊരു 5-6 വിസിൽ വരുന്ന വരെ. പിന്നെ അതിലേക്ക് വേണ്ട ചേരുവകളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ എൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയും, അത് പിന്നെ ജീരകം, പിന്നെ കറുകപ്പട്ട എല്ലാം കൂടിയിട്ട് ഞാൻ ചതച്ചരച്ചിട്ട് ഉണ്ടാക്കിയുള്ളതാണ്. അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഫ്രൈ പാനിൽ നന്നായിട്ട് മസാല നന്നായിട്ട് ചൂടാക്കുക. നല്ലൊരു മണം വരുന്ന വരെ നമ്മളത് കാത്തിരിക്കാം. ഒരു 2-3 മിനിറ്റ് വരെ അതൊന്ന് ചൂടാക്കി കൊണ്ടിരിക്കാം. നമ്മൾ ഇപ്പോൾ കുറച്ച് നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ബീഫ് ഏതാണ്ട് ഇപ്പോൾ ഒരുവിധം സമയമായിട്ട് 4-5 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കി വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് തുറന്നാക്കി മതി. ഏതാണ്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, നല്ല മാംസമുണ്ട്. ഫ്രൈ പാൻ ഏതാണ്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താളിച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊരു കുത്തുമണൊക്കെ ഒന്ന് പോണ വരെ ബ്രൗൺ, ഏകദേശം ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു റെഡ് കളർ ആവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പേസ്റ്റ് ആവണ വരെ അതുവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് പേസ്റ്റ് ആവണ വരെ. അതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നല്ലൊരു കുത്തുമണൊക്കെ പോണ വരെ ഇളക്കി കൊടുക്കുക. 1-2-3 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും നല്ല മണം വരും. അതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുക്കറിൽ വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുക. അവസാനം നമ്മൾ കറിവേപ്പില, പച്ചമുളക് താളിച്ചിട്ട് ഉണ്ടാക്കി വെച്ച ബീഫ് കറിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമ്മളെ ബീഫ് കറി. അതിലേക്ക് ബീഫും പൊറോട്ടയും, ബീഫ് കറിയും പൊറോട്ട നല്ല കോമ്പിനേഷൻ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക, സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും, ഈസി ആയിട്ട് വെക്കാൻ പറ്റും.